സച്ചിദാനന്ദരൂപായ കൃഷ്ണായ ക്ലിശുകാരിണേ നമോ വേദാന്തവേദ്യായ ഗുരവേ ബുദ്ധിസാക്ഷിണേ. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ ആത്മബന്ധുക്കൾക്കും നൂറായിരം സ്നേഹാശംസകളെ. ആധുനിക മനുഷ്യ ജീവിതം, ഞാനും നിങ്ങളുമടങ്ങുന്ന സാമൂഹിക ജീവിതം എന്തുകൊണ്ടും വളരെ 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 സന്തോഷപ്രദമാക്കി തീർക്കണം. കാരണം സമൂഹത്തിൽ നടമാടുന്ന അധാർമികത, ഈ അധാർമികതയെ കാണാതെ കേൾക്കാതെ പോകുകയാണെങ്കിൽ വന്ദേ ഗുരുപരമ്പരയെ വന്ദിക്കുന്നതിന് പകരം നിന്ദിക്കുകയാകും. ഏവം പരമ്പരാപ്രാപ്തമായിട്ടുള്ള ഏറ്റവും വലിയ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ താക്കോലാണ്. അതെന്താണ്? ഞാൻ ആരാണ്? ഇതാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയുടെ താക്കോല്. 4 വേദങ്ങളിലും ഇതാണ് പറയുന്നത്. ശ്രീശങ്കര ഭഗവത്പാദർ പറയും, കാശി ക്ഷേത്രത്തിനടുത്ത് 4 വേദപണ്ഡിതന്മാർ വരികയും ആ 4 വേദപണ്ഡിതന്മാർ ഓരോ വേദങ്ങൾ ഓരോ വ്യക്തികളെ ചൊല്ലുകയും ചെയ്തു. ബബ്ബ തത്തമ്മേ പൂച്ച എന്ന് പറഞ്ഞാൽ ചൊല്ലി അവർ പോയി. ശങ്കരാചാര്യർ 3-4 ചോദ്യങ്ങളും ചോദിച്ച് സംസാരിച്ചു. അവർ പോയപ്പോഴാണ് ശങ്കരാചാര്യർ പറയുന്നത്, ചതുർവേദ്യഭയോ വിപ്ര സൂക്ഷ്മം ബ്രഹ്മന വിദ്യതേ വേദഭാരപരാക്രാന്ത യസ്മിൻ ബ്രാഹ്മണഗർദ്ധഭ. ഗർദ്ധഭ എന്ന് വെച്ചാൽ കഴുതാന്നാണ് പറയുന്നത്. വേദമാകുന്ന ഭാരം ചുമക്കുന്ന കഴുതകളാണ് ആ പോയത് എന്നുള്ളതാണ് ശ്രീശങ്കര ഭഗവത്പാദർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ, വേദം പഠിക്കുന്നതിലല്ല, മറിച്ച് ചോറും കൂട്ടാനും അടുക്കളയിൽ ഉണ്ടാക്കുന്നതിലല്ല, അത് കഴിക്കുന്നതിലാണ് രുചി. ഇതുപോലെ വേദങ്ങൾ ശ്രവണ പഠന മനന നിധിധ്യാസവം അവനവൻ്റെ ഹൃദയത്തിൽ കൊണ്ട് അത് പ്രൗഢാനുഭൂതിയിലോട്ട് അനുഭവിക്കണം. അപ്പോൾ ആധുനിക യുഗം എന്താണ്? സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ മൊബൈൽ മാനിയ എന്ന രോഗത്തിന് നമ്മളും നമ്മളെ കുടുംബാംഗങ്ങളും പെടാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം നമുക്ക് സന്തോഷസംതൃപ്തമായി കൊണ്ടുപോകാം. മറ്റിത് അമ്മ കിഴക്കോട്ട് തിരിഞ്ഞ് തോണ്ടുകയായി, അച്ഛൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് തോണ്ടുകയായി, മകൾ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് തോണ്ടുകയായി, മകൻ വടക്കോട്ട് തിരിഞ്ഞിരുന്നു. അതിനകത്ത് തന്നെ 1, 2, 3 എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ ഈ സനാതനമായ ഈ ഭാരതീയ ഹൈന്ദവ വൈദിക സംസ്കൃതി, മാക്സ് മുള്ളർ പറയുന്നത് പോലെ 7000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഈ വൈദിക സംസ്കൃതി, വേദവിഹിതമായ ജീവിതചര്യ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു സബ്ജക്റ്റാണിത്. കാരണം
അദ്വൈത വേദാന്ത വിദ്യാർത്ഥി എന്ന നിലയിൽ 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ ഈ വേദ ഉപാസനയുടെ പശ്ചാത്തലത്തിൽ ഈ വൈദിക സംസ്കൃതിയുടെ മാധുര്യം എന്താണ് ഇത്ര മാധുര്യം തിരുമേനി എന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടിയാണ് 7000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ജീവിത സാഹചര്യത്തിൻ്റെ 10000 ഇരട്ടി ജീവിത സാഹചര്യങ്ങൾ വികസിച്ച കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നു. അന്ന് മനുഷ്യൻ അനുഭവിച്ചിരുന്ന ജീവിത ദുഃഖങ്ങളുടെ 10 ലക്ഷം ഇരട്ടി ജീവിത പ്രശ്നങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം കടന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇതാണ് ചോദ്യം. ഈ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ 7000 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഋഷീശ്വരന്മാർ അനുഭവിച്ച ജീവിത സുഖം ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമുക്ക് അനുഭവിക്കണം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അതിന് വ്യാസായ വ്യാസരൂപായ വിഷ്ണവേ, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് വ്യാസഭഗവാനായി അവതരിപ്പിച്ചത്. വിശ്വം വിഷ്ണു വഷർക്കാരോ, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം നമ്മളെ നമ്മുടെ ഹൃദയത്തിൻ്റെ വ്യാസം വികസിപ്പിക്കുകയാണ്, നമ്മുടെ അന്തരാത്മാവിൻ്റെ വ്യാസം വികസിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും വ്യാസം വികസിപ്പിക്കുകയാണ് ആ വേദവ്യാസ ഭഗവാൻ. അപ്പോൾ ഈ വേദവ്യാസ ഭഗവാന്റെ പ്രിയ പുത്രനാണ് ശ്രീശുക ബ്രഹ്മർഷി. അപ്പോൾ ഈ ശ്രീശുക ബ്രഹ്മർഷി ഈ ജീവിത ദുഃഖങ്ങളിൽ നിന്നും പുറത്ത് കടക്കാനും പുറത്ത് കടന്ന വ്യക്തിത്വം സച്ചിദാനന്ദ സമുദ്രത്തിൽ നീന്തി തുടിക്കുന്ന വ്യക്തിത്വമായി ഉയരുകയും ചെയ്യുന്നു. ഇതാണ് ശ്രീ ശുകബ്രഹ്മ ഋഷി ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം പരീക്ഷിത്ത് മഹാരാജാവിനോട് പറയുന്നു. അപ്പോഴൊക്കെ ഇതൊക്കെ കേൾക്കുന്ന ഓരോ വ്യക്തിയെയും രാജാവിൻ്റെ നിലയിലോട്ട് ഉയർത്തുകയാണ്, രഞ്ജിപ്പിക്കുകയാണ്. ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ, ശരീര മനോബുദ്ധികളെ ഉയർത്തുകയാണ്, വളർത്തുകയാണ്. പരീക്ഷിത്ത് എന്ന പേര് തന്നെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ അനുനിമിഷം ഓരോ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, വിജയിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പ വഴിയാണ് ശ്രീ ശുകബ്രഹ്മ ഋഷി നമ്മെ പഠിപ്പിച്ച ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം നമ്മൾ പഠിക്കണം, സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, പഠിക്കണം. മേനിരെ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ ശ്രവണാത് പഠനാത്. കേൾക്കണം, അതിനുശേഷം പഠിക്കണം. മേനിരെ ഭഗവത് രൂപം, ആ ഭഗവാന്റെ രൂപം തന്നെയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഈ ഭാഗവതം ഭഗവാനുമായി ലയിച്ച് ചേർന്ന് ഗൃഹസ്ഥാശ്രമികൾക്ക് ഒന്നായി ചേരാനുള്ള മാർഗമാണ് ശ്രീമദ് ഭാഗവതം. 18,000 ശ്ലോകങ്ങൾ, 18,000 ശ്രദ്ധിക്കണം, രഞ്ജിപ്പിക്കുന്ന പാതകളാണ്. കാരണം ഇത് രാജാവിൻ്റെ നിലയിലാണ് ജീവിത രാജാവും അവിടെ നിന്ന് ജീവിതത്തിൻ്റെ ചക്രവർത്തിയുമായി നമ്മളെ ഉയർത്തുകയാണ്. അപ്പോൾ ശ്രീ ശുക ബ്രഹ്മർഷി, അദ്ദേഹം ആ ശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, അഷ്ട ഐശ്വര്യങ്ങളുടെയും വിളനിലയായ ശ്രീ, ആ ശ്രേയസ്കരമായ പാത, അതാണ് ശ്രീ ശുകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ശോകത്തെ പ്രതിരോധിക്കാനുള്ള കവചം എന്നുള്ളതാണ് ശുകൻ എന്ന പദത്തിൻ്റെ ലക്ഷ്യാർത്ഥം. അപ്പോൾ ബ്രഹ്മർഷിയാണ് ശ്രീ ശുക ബ്രഹ്മർഷി. നമുക്ക് എല്ലാവർക്കും അറിയാം, പരമേശ്വരനായ
സത്യ സാക്ഷാത്കാരമാണ് ബ്രഹ്മഋഷി എന്നുള്ളതിന്. അപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവ് ജീവിതത്തിൽ വിജയിച്ചവൻ, ശ്രദ്ധിക്കണം, പരീക്ഷണങ്ങളിലൂടെ മരണഭയത്തെ പോലും അതിജീവിച്ചവനാണ് പരീക്ഷിത്ത്. അപ്പോൾ നമുക്കറിയാം ഭാഗവതത്തിൽ ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണിത്. അതിൽ അമ്പാടിക്കണ്ണൻ്റെ ബാലലീലകൾ നമ്മളൊക്കെ സപ്താഹത്തിന് കേൾക്കുന്നതാണ് ഇല്ലേ? അപ്പോൾ സപ്താഹത്തിന് നമ്മൾ പോകുന്ന മെയിൻ ലക്ഷ്യം തന്നെ ഖാന. അപ്പോൾ ഖാനയൊക്കെ വളരെ നല്ലതാണ്, ബ്രേക്ക്ഫാസ്റ്റും നല്ലതാണ്, വൈകുന്നേരം ചായയും സ്നാക്സും നല്ലതാണ്, കഞ്ഞി ഉണ്ടെങ്കിൽ വളരെ നന്നായി. അപ്പോൾ ജീവിതം കഞ്ഞി ആകാതിരിക്കാൻ ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നല്ലതായി ശ്രദ്ധിക്കുക. നമുക്കറിയാം ഭഗവാന്റെ ബാലലീലകളാണ് ഭാഗവതത്തിലെ ഏറ്റവും സൗന്ദര്യാത്മകമായ രംഗം. നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികളെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ഇന്ദ്രിയാതീതമായ ഒരു അനുഭൂതിയാണ്. ഈ അനുഭൂതിയെ ശരിക്കും യൂസ്ഫുള്ളും ഫ്രൂട്ട്ഫുള്ളുമാക്കിയതാണ് വേദവ്യാസ ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ പൂർണ്ണാവതാരമായ കൃഷ്ണൻ്റെ ബാലലീലകൾ ഭാഗവതത്തിൽ അതിമനോഹരമായി വിവരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഗോപികമാരും അതുപോലെ എല്ലാവരും കൂടി യശോദാമാതാവിനോട് പല രീതിയിലുള്ള പരാതിയും ഈ കാക്കക്കറുമ്പനെ കുറിച്ച് പറയുകയായി. അമ്പാടിക്കണ്ണൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ ദിവസേന യശോദാമാതാവിനോട് അവിടെയുള്ള മറ്റ് സ്ത്രീകൾ പരാതി പറയുകയായി. അപ്പോൾ പരാതിയും പരിഭവവുമില്ലാത്ത ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന് ഇതുവഴി, ഈ കണ്ണൻ്റെ ബാലലീലകൾ വഴി നമ്മളെ ഭാഗവതം പഠിപ്പിച്ച് ഉയർത്തുകയാണ്. പരിഭവവും പരാതിയുമില്ലാത്ത ജീവിതം. അപ്പോൾ പരാതിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനോരോഗികൾ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ പരാതി ദിവസേന വന്ന് യശോദാമാതാവിനോട് പറയുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഗോപകുമാരന്മാരും ബലരാമേട്ടനും എല്ലാവരും കൂടി വന്ന് യശോദാമാതാവിനോട് കണ്ണനെക്കുറിച്ച് പരാതി പറഞ്ഞു. പരാതി ഒന്നുമല്ല, കണ്ണൻ മണ്ണ് വാരി തിന്നുന്നു, ഇതുവഴി പല അസുഖങ്ങളും വരാം കുഞ്ഞിനെ. അങ്ങനെ പറഞ്ഞ്, അമ്മേ ഇവിടെ വാടാ, നീ മണ്ണ് തിന്നു എന്ന് ബലരാമേട്ടനും കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞല്ലോ. അയ്യോ അമ്മ, ഞാൻ തിന്നിട്ടില്ല, ഞാൻ മണ്ണും തിന്നില്ല. അവരൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് അവരെയൊക്കെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, എന്നാ അമ്മേ ഞാൻ മണ്ണ് തിന്നിട്ടുണ്ടോയെന്ന് എൻ്റെ വായിൽ നോക്കിക്കോളൂ. ശ്രദ്ധിക്കണം, ചെവി പിടിച്ച് ഇടത് കൈ കൊണ്ട് ചെവി പിടിച്ച് വലത് കൈ കൊണ്ട് കണ്ണനെ അടിക്കാൻ ഭാവിച്ചവൾ പറയാണ്, അമ്മേ ഞാൻ തിന്നിട്ടില്ല. എന്നാൽ അമ്മേ ബലരാമേട്ടനെയും കൂട്ടുകാരന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ വാ പൊളിച്ചിട്ട് അമ്മ നോക്കിക്കോളൂ, എൻ്റെ വായിലോട്ട് നോക്കിക്കോളൂ. ഇതാണ് കൃഷ്ണൻ യശോദാമ്മയോട് പറയുന്നു. യശോദാമാതാവ് കയ്യിലുള്ള വടി താഴത്തിടുന്നു, ഇടത് കൈ കൊണ്ട് ചെവി പിടിച്ച കൈ വിടുന്നു, ആ കണ്ണൻ്റെ വായിലോട്ട് നോക്കുന്നു. ഗുരുവായൂർ ശ്രീലകത്ത് വാഴുന്ന ആ അമ്പാടിക്കണ്ണൻ്റെ മുഖത്തോട്ട് സൗന്ദര്യാത്മകമായി, വാത്സല്യമായി, പ്രേമപൂരിതമായി യശോദാമാതാവ് നോക്കുകയാണ്. നിങ്ങളൊക്കെ ശ്രീമദ് ഭാഗവതം ദശമം എടുത്ത് നോക്കണം. അതിൽ 8-ാം അധ്യായത്തിൽ 37-ാമത്തെ ശ്ലോകത്തിൽ യശോദാമാതാവിൻ്റെ ആ ഒരു വിവരണമുണ്ട്. സാതത്ര
ദദൃശേ വിശ്വം സാതത്ര ദദൃശേ വിശ്വം ജഗസ്ഥാനൂചഖം ദിശ സാന്ദ്രീ ദീപാബ്ധിഭൂഗോളം സ വായുഗ്നിന്ദുതാരകം. ഇതാണ് യശോദാമാതാവ് അമ്പാടിക്കണ്ണൻ്റെ വായിൽ നാക്കിനെയും പല്ലിനും പകരം യശോദാമാതാവ് കണ്ടത് എന്താണ്? സാതത്തദൃശേ വിശ്വം ജഗസ്ഥാനൂചഖം ദിശ സാന്ദ്രീ ദീപാബ്ധിഭൂഗോളം സ വായുഗ്നിന്ദുതാരകം. ഇത് വേദവ്യാസ ഭഗവാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് വേദത്തിലെ യജുർവേദത്തിലെ പുരുഷ സൂക്തം അങ്ങനെ തന്നെ ഇവിടെ എഴുതി വച്ചിരിക്കുകയാണ്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിൻ വൈശുദോ വൃത്വം അത്യധിഷ്ഠദശാങ്കുലം പുരുഷ ഏവേദം സർവം യത് ഭൂതം യച്ച ഭവ്യം. ഈ പുരുഷൻ കഴിഞ്ഞതും ഇപ്പോൾ ഉള്ളതും വരാനുള്ളതും എല്ലാം 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 ഈ ചെറിയ അമ്പാടിക്കണ്ണൻ്റെ വായിൽ യശോദാമാതാവ് കാണുകയുണ്ടായി. ഇതാണ് വിശ്വരൂപ ദർശന യോഗമായി. വിശ്വരൂപ ദർശന യോഗമായി വേദവ്യാസ ഭഗവാൻ തന്നെ ശ്രീമദ് ഭഗവത്ഗീതയിൽ സവിസ്തരം പ്രതിപാദിക്കുന്നു 11-ാമത്തെ അധ്യായമായി. അതുപോലെ തന്നെ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം വിശ്വം വിഷ്ണു വഷൽക്കാരോ ഭൂതഭവ്യഭവത് പ്രഭോ ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. ഈ വിശ്വം മുഴുവൻ ഈ അമ്പാടിക്കണ്ണൻ്റെ വായിൽ യശോദ മാതാവിന് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു രംഗം ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. എന്താണ് പ്രഖ്യാപനം? ഈ ഒരു ശ്രീമദ് ഭാഗവതത്തിലെ ദശമത്തിലെ 8-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ ഈ ശ്ലോകത്തിൻ്റെ യഥാർത്ഥമായ ചൈതന്യം എന്താണ്? അമ്മേ, ഞാൻ വെറുമൊരു ഉണ്ണിക്കണ്ണനായ ചെറിയൊരു കുട്ടി മാത്രമല്ല, ഞാൻ പൂർണ്ണാവതാരമാണ്. സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് ഞാൻ, പൂർണ്ണാവതാരമാണ് എന്ന് തെളിവ് സഹിതം ഇവിടെ തൊട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ശ്ലോകം നോക്ക് ഭഗവത്ഗീതയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. 9-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അവജാനന്തി മാം മൂഢാ മാനുഷ്യം തനുമാശ്രിതം പരംഭാവമജാനന്ദ മമ ഭൂതമഹേശ്വര. ലെവലങ്ങട്ട് മാറി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലാണ് 11 അക്ഷോഹിണിപ്പടയുള്ള കൗരവരോട് വെറും 7 അക്ഷോഹിണിപ്പടയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഭഗവാൻ യുദ്ധഭൂമിയിൽ വെച്ചാണ് പറയുന്നത്. എന്ത്? അവജാനന്തി മാ മൂഢ, ഹേ മൂഢ, ഹേ മന്ദബുദ്ധികളെ, അല്പ വിവരമില്ലാത്ത ആൾക്കാരെ, ഇനി ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരെയും എല്ലാവരെയും സമൂഢ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഗൃഹസ്ഥാശ്രമികളായ അബ്നോർമൽ അല്ല, നോർമൽ ആൾക്കാരെ. അവജാനന്തി മാ മൂഢ, ഞാൻ ജനിച്ചിട്ടില്ല. നജായതേ മ്രിയതേ വാ കദാച നയം ഭൂത്വാ നജായതേ മ്രിയതേ, ഞാൻ ജനിച്ചിട്ടില്ല, മരിക്കുകയുമില്ല. അപ്പം അവജാനന്തി മാ മൂഢ മാനുഷ്യം തനുമാശ്രിതം, പിന്നെ ഞാൻ മനുഷ്യനായി ഈ ശരീരത്തെ ആശ്രയിച്ച് നിങ്ങളെയൊക്കെ തമാശ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മായയല്ലേ. എന്നിട്ടോ നിങ്ങളിനി എന്നെ എങ്ങനെ കാണണം? അമ്മേ, എന്നെ എങ്ങനെ കാണണം? മാനവരാശിയോടൊക്കെ പറയാണ് പരംഭാവമജാനന്ദ, പരമമായ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പരംഭാവം അജാനന്ദ, ജനിക്കാത്ത ആ ചൈതന്യമായി
മമ ഭൂതമഹേശ്വരം സർവരൂപനാമാത്മകമായി എന്തൊക്കെയുണ്ടോ അവയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആ മഹേശ്വര ഭാവമാണ് ഞാൻ എന്ന് ഭഗവത്ഗീതയിൽ 9-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകമായി ഭഗവാൻ പറഞ്ഞതാണ്. യശോദാമാതാവിന് ഇവിടെ നേരിട്ട് വാ തുറന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ അമ്മയോട് പറയുന്നു എന്താണ്? ഈ ശ്ലോകത്തിന് തൊട്ട് മുന്നേ നോക്കിയാൽ കാണാൻ പറ്റും, സമക്ഷം പശ്യമേ മുഖം. അമ്മയുടെ സമക്ഷം, അമ്മയുടെ മുന്നിൽ, അമ്മയുടെ അമ്മിഞ്ഞ കുടിച്ച ആ അമ്മിഞ്ഞ കണ്ണനാണ് ഞാൻ. ഈ പശ്യമേ പശ്യമേ, ഇവിടെ തട്ടിപ്പല്ല, ഉടായിപ്പല്ല, ഇവിടെ വേറൊരാൾ പറഞ്ഞിട്ടില്ല കാര്യമില്ല. പശ്യമേ മുഖം, അമ്മേ എൻ്റെ മുഖത്ത് നോക്കമ്മേ, കാണമ്മേ. ഇത് കൃഷ്ണൻ പറയുന്നത് യശോദാമാതാവിനോടാണെങ്കിലും മാനവരാശി, നിങ്ങളും ഞാനും അടങ്ങുന്ന മാനവരാശിയിലെ അന്തരാത്മാവിൻ്റെ ദൃക്കായിട്ടുള്ള കണ്ണനെ കാണിച്ചു തരികയാണ്. ഇതാണ് കണ്ണൻ. അപ്പോൾ ഈ കണ്ണനെ ഇനി കാണണമെന്നുണ്ടെങ്കിൽ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റില്ല. കാരണം കണ്ണ് മനമാകുന്ന കണ്ണിൻ്റെ ഉള്ളിലാണ് ഈ കണ്ണനുള്ളത്. അപ്പോൾ ഇനി ഈ കണ്ണനെ കാണാൻ എന്ത് ചെയ്യണം? ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. അമ്മയ്ക്ക് ഇവിടെ കൊടുത്തത് എന്താണ്? ദിവ്യം ദദാമിതേ ചക്ഷു, വളരെ ദിവ്യമായ ഒരു കണ്ണ് കൊടുത്തു. എന്തിനാ കണ്ണ് കൊടുത്തത്? പശ്യമേ യോഗമൈശ്വര്യം, ഈ പ്രപഞ്ചത്തിൻ്റെ ഐശ്വര്യം കാണാനുള്ള ഒരു കണ്ണ് നേരത്തെ അർജുനന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം അവിടെ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. സമക്ഷം പശ്യമേ മുഖം, അമ്മേ എന്നെ കാണൂ. എന്ത്? ജ്ഞാന പശ്യന്തി ജ്ഞാനചക്ഷുഷ വിമൂഢാനുപശ്യന്തി. വിമൂഢന്മാരാണ്, സാധാരണക്കാരാണ്. ഈ കാണുന്ന മുഴുവൻ ജഗത്തിനെ കാണുന്നു. വിമൂഢാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ, അറിവാകുന്ന കണ്ണുകൊണ്ട് അമ്മേ എന്നെ കാണൂ. അപ്പോഴാണ് എൻ്റെ എന്ത് കാണാൻ പറ്റുന്നത്? പശ്യമേ യോഗമൈശ്വര്യം. ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യാത്മകമായ ഐശ്വര്യം കാണണമെങ്കിൽ എൻ്റെ ഈ മുഖം കാണൂ അമ്മേ. അതിന് ഞാൻ അമ്മയ്ക്ക് തരികയാണ്, എൻ്റെ ഐശ്വര്യം കാണാനുള്ള ഈ മുഖം. ഇത് ഒന്നുകൂടെ സൗന്ദര്യാത്മകമായി നമുക്ക് ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയിൽ 10-ാം അധ്യായം വിഭൂതി യോഗം നമുക്കെല്ലാവർക്കും പറയാം. വിഭൂതി വളരെ വിശദമായിട്ട് ഭഗവാന്റെ വിഭൂതികളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം പറയുന്നു, ഏകാംശേന സ്ഥിതോ ജഗത്ത്, എൻ്റെ ഒരു അംശമാണ് ജഗത്തായി പരിണമിച്ചിരിക്കുന്നത്. ഈ ജഗത്ത് മുഴുവൻ എൻ്റെ ഒരു അംശത്തിൽ നിലനിൽക്കുന്നു. അപ്പം ഞാനാണ് ഈ പ്രപഞ്ചമായി പരിണമിച്ചത് എന്ന് പറഞ്ഞു. അത് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ആർക്ക്? നമുക്കിതൊട്ടും മനസ്സിലാവില്ല. അർജുനന് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അർജുനന് മനസ്സിലായില്ല എന്ന് ആർക്ക് മനസ്സിലായി? കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗത്തിൽ സവിസ്തരം പ്രതിപാദിക്കുകയാണ് ഇവിടെ. അപ്പോൾ വിശ്വരൂപ ദർശന യോഗത്തിൽ അർജുനന് ഭഗവാൻ കാണിച്ചു കൊടുത്തതാണ്. ഇതേ കൃഷ്ണൻ ആദ്യം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, സ്വന്തം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. സ്വന്തം അമ്മിഞ്ഞ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. ഇവിടെ എന്ത്? സാദത്ര ദൃശേ വിശ്വം ജഗസ്ഥാനൂചഖം ദിശ സാന്ദ്രീ ദീപാബ്ധി ഭൂഗോളം. ശ്രദ്ധിക്കൂ, വായു അഗ്നി താരകം പഞ്ചഭൂതങ്ങളെ മുഴുവൻ ഇവിടെ കാണിച്ചു കൊടുത്തു. ഇനി 11-ാം അധ്യായം ഭഗവത്ഗീതയിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ നമുക്ക് പോവുകയാണെങ്കിൽ ഇവിടെ 10-11 ശ്ലോകങ്ങൾ കാണുന്നതാണെങ്കിൽ അനേകവക്ത്രനയനം അനേകാത്ഭുതദർശനം അനേക ദിവ്യാഭരണം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അനേക വക്രനയനം അനേകാത്ഭുത ദർശനം, അനേകം കോടാനുകോടി ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും
ഭഗവാന്റെ മുഖമായി. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കണ്ണുകളും അനേക വക്രനയനം, വക്രം എന്ന് പറഞ്ഞാൽ മുഖം, നയനം എന്ന് പറഞ്ഞാൽ കണ്ണ്, അനേക അദ്ഭുത ദർശനം, അത്യദ്ഭുതമായ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൗന്ദര്യാത്മകമായിട്ടുണ്ടോ, എന്തൊക്കെ അദ്ഭുതങ്ങളുണ്ടോ അതെല്ലാം കാണിച്ചു. അനേക ദിവ്യാഭരണം, കോടാനുകോടി ആഭരണം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള രൂപനാമാത്മകമായ സർവ്വതും ഭഗവാന്റെ ആഭരണമാണ്. അനേക ദിവ്യാഭരണം, ദിവ്യാനേകോദ്യതായുധം, അസംഖ്യം വളരെ ദിവ്യമായ ആയുധങ്ങൾ. എന്തൊക്കെ ആയുധങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ ഇത് മുഴുവൻ ഭഗവാൻ തന്നെ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ദിവ്യമാല്യംബരധരം, വളരെ ദിവ്യമായ രത്നഹാരങ്ങളും വജ്രഹാരങ്ങളും. എന്തിന്? ഗുരുവായൂരപ്പൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ വനമാലയടക്കം. പിന്നെ വ്യംബര അനേക വസ്ത്രങ്ങൾ, പീതാംബരത്തിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചത്തിലുള്ള സർവ വസ്ത്രങ്ങൾക്കും. പിന്നെ ദിവ്യഗന്ധാനുലേപനം. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സുഗന്ധങ്ങളുണ്ടോ ആ സുഗന്ധങ്ങൾ മുഴുവൻ ഇവിടെ അർജുന് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടോ സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. ഇവിടെ യശോദാമാതാവും കണ്ടത് എന്താണ്? സർവാശ്ചര്യമയം ദേവം. ഈ ദേവന്റെ മുഖത്ത്, ഈ കണ്ണൻ്റെ, അമ്പാടിക്കണ്ണൻ്റെ വായിൽ എന്താ കണ്ടത്? സർവാശ്ചര്യമയം, എല്ലാം അത്യാശ്ചര്യകരമായ. ചെറുതാ മറ്റുമാണോ? ഫുൾ സ്റ്റോപ്പ് ഉണ്ടോ? സച്ചിദാനന്ദം അനന്തമായ വിശ്വതോമുഖം. ഈ പ്രപഞ്ചത്തിലുള്ള സർവവും ഈ കണ്ണൻ്റെ വായിൽ യശോദാമാതാവ് കണ്ടു. ഇതെന്തിനാണ് ഇപ്പം ഇവിടെ പറയുന്നത്? യശോദാമാതാവിനെ പോലെ കണ്ണനെ സ്നേഹിക്കുന്നവർ, യശോദാമാതാവിനെ പോലെ കണ്ണനെ ഉപാസന ചെയ്യുന്നവർ, യശോദാമാതാവിനെ പോലെ കണ്ണൻ്റെ ബാലലീലകളിലൂടെ ലയിച്ച് ചേർന്ന് ഒന്നായി തീരാൻ സാധിക്കുന്ന ഓരോ വ്യക്തിക്കും കണ്ണൻ നൽകും. എന്ത്? ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. എൻ്റെ ഐശ്വര്യം, ഭഗവാന്റെ ഐശ്വര്യം കാണാൻ യശോദാമാതാവിനും അർജുനനും കൊടുത്തതുപോലുള്ള പശ്യമേ യോഗം, ഐശ്വര്യം കാണാനുള്ള ദിവ്യമായ ജ്ഞാനചക്ഷുഷ എല്ലാവർക്കും വാരി വലിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്, വാരി വലിച്ചെറിഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതാണ് കണ്ണൻ്റെ ബാലലീലകൾ. സാതത്ര ദദൃശേ വിശ്വം ജഗത്. വിശ്വരൂപ ദർശനം ദദൃശേ, കണ്ടു കണ്ടു കണ്ടു. ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഇവിടെ. ആരുടെ? സ്വന്തം യശോദാമാതാവിൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്. എന്ത്? ഇവിടെ ഒരു പൂർണ്ണത ജീവിതത്തിന് കൈവരിക്കുകയായി. എന്ത്? പ്രപഞ്ചത്തിൽ മുഴുവൻ സർവചരാചരങ്ങളിലും കൃഷ്ണമയമായി കാണാനാണ് യശോദാമാതാവിന് ഇവിടെ സാധിച്ച്. യശോദാമാതാവിനോട് നിങ്ങൾ പറയുകയാണ്, യശോദാമാതാവ് നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്കും ഈ രീതിയിലെത്താം. ജഗത്ത്, പ്രപഞ്ചം മുഴുവനും പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായ ഈ പ്രപഞ്ചം മുഴുവൻ ഇനിയാണ് തമാശ. എന്ത്? സാന്ദ്രി ദീപാബ്ധി ഭൂഗോളം. സാന്ദ്രി ദീപാബ്ധി ഭൂഗോളം. സാന്ദ്രി ദീപാബ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്സ്. ഗൂഗിൾ മാപ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഏത് ടെററിസ്റ്റുകാരുടെ അണ്ണാക്കിൽ പോയിട്ട് ബോംബിട്ട് കത്തിച്ച് കളയാനും ഗൂഗിൾ മാപ്സിന് പറ്റും. ശബരിമലക്കും ഗുരുവായൂരേക്കുള്ള റൂട്ടും കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ ഈ ഗൂഗിൾ മാപ്സ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷുടെ അനന്തരവൻ ബോംബെയിൽ നിന്ന് വന്നു. രാവിലെ കാറ് വിടുന്ന സമയത്ത് പറഞ്ഞു, വീടുന്നൊരു എത്ര ദൂരം ഉണ്ടാവും അമ്മാമ്മ ഗുരുവായൂരൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിന്നിലേക്ക് എത്ര ദൂരം, അത്ര ദൂരം. നിന്നിലേക്ക് എത്ര ദൂരമാണോ അത്ര ദൂരമാണ് ഗുരുവായൂർക്ക്. ഒന്നുമല്ല, സിമ്പിൾ വേർഡിലായിട്ട് പറഞ്ഞു വെച്ചാൽ ഗുരുവായൂർ നിൻ്റെ അകത്താണെന്ന്, വേറെ ഒന്നുമല്ല. ശരണമയ്യപ്പം. ഇവിടെ ശ്രീമദ് ഭാഗവതം പഠിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ഭൂഗോള വർണ്ണന ഏതിലുണ്ട്? ഭാഗവതത്തിലുണ്ട്. ഇനി ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സാന്ദ്രി ദീപാബ്ധി ഭൂഗോളം. ഇപ്പം പറയുമ്പോൾ എന്നെ എല്ലാവരും ചെയ്ത പറയും,
സെമിറ്റിക് മതങ്ങളിൽ ഖുറാനിലും ബൈബിളിലും എടുത്ത് നിങ്ങൾ നോക്കിക്കോ, അതിനകത്ത് പറയുന്നുണ്ട്, അസന്നിഗ്ധമായിട്ട് പറയുന്നത് പരന്ന ഭൂമി. ഇത് മലപ്പുറത്തൊരു ചക്കൻ, ഈ ചക്കൻ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു എന്ത്, ഭൂമി ഉരുണ്ടതാണെന്ന്. വീട്ടിൽ പോയിട്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ ബാപ്പച്ചി വന്ന് തല്ലി ഇവനെ കയ്യും കാലും ഓടിച്ചു. പരന്ന ഭൂമിനെ നിനി ഇമാതിരി വൃത്തികേടാടാ പഠിപ്പിക്കുന്നതെന്ന്. സ്കൂളിലെത്തി പറഞ്ഞു ഭൂമി പരന്നാണ് ബാപ്പ പറഞ്ഞു. അവിടെ നിന്നും കിട്ടിയ അടി. അവസാനം ഈ പയ്യനൊരു തീരുമാനത്തിലെത്തി, സ്കൂളിലെത്തിയ ഭൂമി ഗോളം, വീട്ടിലെത്തിയ ഭൂമി പരന്നത്, ഞമ്മക്ക് സമാധാനമായി. അപ്പോൾ ഈ ഖുറാനിലും ബൈബിളിലും രണ്ടിലും പറയുന്നു ഭൂമി പരന്നതാണെന്ന്. എന്നാൽ ശ്രദ്ധിക്കണം, 5500 വർഷങ്ങൾക്ക് മുന്നേ ശ്രീമദ് ഭാഗവതത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട് ഭൂഗോള വർണ്ണന. ഇപ്പം ഇവിടെ എടുത്ത് നോക്കൂ, ദശമത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സാന്ദ്രേ ദീപാബ്ധി ഭൂഗോളം. ഇനി കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ, ഇതിങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇതിനെ അപഗ്രഥനം ചെയ്ത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. മോനെ 1451 നമ്മളെ ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത്. ഇറ്റലിക്കാരനാണ് അദ്ദേഹം. ഇദ്ദേഹമാണ് എന്ത് കണ്ടുപിടിച്ചത്, അമേരിക്ക കണ്ടുപിടിച്ചത്. ഇദ്ദേഹം അമേരിക്ക കണ്ടുപിടിച്ചു എന്ന് അവിടെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചായക്കടയുണ്ട്. ചായക്കടയുണ്ടാകുമ്പോൾ അവിടെ ചായ അടിക്കുന്നുണ്ട്. ഇയാൾ അവിടെ പോയിട്ട് ടീ എന്ന് പറഞ്ഞു. ഒരു ടീ വാങ്ങിച്ചു. 1 ടീ അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാലും കൊണ്ട് ഒരമ്മ അവിടെ വന്നു. നേരെ അമ്മ പറഞ്ഞു, ആ ചായക്കടക്കാരൻ പറഞ്ഞു ഇരിക്കമ്മ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നു. ചായൻ്റെ പാല് കൊണ്ടുവന്നു. ആ പാല് അമ്മയോട് മേടിച്ച് അവിടെ വെച്ച് ചായ അടിച്ചു. ഈ കൊളംബസ് പേരിട്ടു ആ കണ്ടുപിടിച്ച സ്ഥലത്തിന്. എന്താണ്? അമേരിക്ക. അമ്മ ഇരിക്കുക എന്ന് പറഞ്ഞതാണ് അമേരിക്ക. ഏതായാലും ശരി, ഈ ക്രിസ്റ്റഫസ് കൊളംബസാണ് ഭൂമി ഉരുണ്ടതെന്ന് കണ്ടുപിടിച്ചിട്ട് ഇത്രേ കാലമായുള്ളൂ. പക്ഷേ എൻ്റെ സനാതനമായ ഋഷിപ്രോക്തമായ ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി പറയുന്നു സാന്ദ്രീ ദീപാബ്ധി ഭൂഗോളം. ഇനി മാക്സ് മുള്ളർ പറയുന്ന 7000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഋഗ്വേദത്തിൽ പറയുന്നു ക്ഷാശുഷ്ണിം പരിപ്രദക്ഷിണേത്. എന്ത്? ഈ സൂര്യനാണ് എന്തിന് ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നത് എന്നുള്ളത് പൊട്ട തെറ്റാണ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ പരിപ്രദക്ഷിണേത് വലം വെക്കുന്നു, ക്ലോക്ക് വൈസിൽ സഞ്ചരിക്കുന്നു. എത്ര ശാസ്ത്രീയമാണ് ഈ ശാസ്ത്രം! ഈ വേദങ്ങളിലും ഈ ഭാഗവതത്തിലും ഈ ഭഗവത്ഗീതയിലും ഇത്രയും ശാസ്ത്രീയമായി പറയുന്ന ഈ കാര്യങ്ങൾ സപ്താഹത്തിന് പോയിട്ട് ഊണ് കഴിക്കുന്ന നമ്മൾ ഇതൊക്കെ കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്യണം. എന്നിട്ട് നമ്മളെ മക്കളെ ഇത് പഠിക്കണം. സ്വാമി എൻ്റെ ഗുരുവാണ് സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. അദ്ദേഹം പറയും ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം. നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. എങ്കിലും മാത്രമേ നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ, വരും തലമുറയെ പഠിപ്പിക്കുള്ളൂ. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുകയാണ് ഇവിടെ ശ്രീമദ് ഭാഗവതം. ഒരു അവസരം തന്നിരിക്കുകയാണ്. എന്ത്? കണ്ണൻ്റെ ബാലലീലകളിലൂടെ ഓടിച്ചാടി നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ച് ലയിപ്പിച്ച് രമിപ്പിച്ച് ആനന്ദിപ്പിച്ച് ആ കണ്ണനുമായി അങ്ങട് ലയിച്ചു ചേരാൻ, ആ പരമപ്രേമസ്വരൂപമായ പ്രേമദർശനം നമുക്ക് ഉൾക്കൊള്ളാനും ആ വിശ്വസ്നേഹമയമായ യശോദാ മാതാവിൻ്റെ നിലയിലോട്ട് നമ്മളെയൊക്കെ ഈ ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം കൈപിടിച്ച് ഉയർത്തുകയാണ്. അത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൃഷ്ണനെ അവിടെ ആ ഉരലിൽ ഓടിച്ചാടി പോകുമ്പോൾ കയറുകൊണ്ടൊക്കെ കെട്ടിയതിൻ്റെ 2 മുളം എത്തിയില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ദാമം കൊണ്ടമ്മ കെട്ടിയിട്ടു ദാമോദരനെന്നു ചൊല്ലിയിടുന്നു. ദാമം കൊണ്ടമ്മ കെട്ടിയിട്ടു. എന്താണ് ഈ ദാമം? ഇവിടെയുള്ള ഈ പരമപ്രേമമാകുന്ന കയറുകൊണ്ടാണ് കണ്ണനെ അന്ന് യശോദാമാതാവ് കെട്ടിയത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഈ മുന്നിലുള്ളത്.
ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസങ്ങളില്ലാതെ ഞാനും നിങ്ങളുമടങ്ങുന്ന മാനവരാശിക്ക് സന്തോഷപ്രദമായ സംതൃപ്തമായ ജീവിതം കൊണ്ടു നടക്കാൻ ഈ യശോദാമാതാവ് ചെയ്തതുപോലെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഈ കാക്കക്കറുമ്പനായ കണ്ണനെ, ഈ പ്രേമസ്വരൂപമായ കൃഷ്ണനെ കെട്ടിയിടണം. പ്രേമമാകുന്ന പാശം കൊണ്ട്, ഭക്തിയാകുന്ന പാശം കൊണ്ട് ഹൃദയത്തിൽ കെട്ടിയിട്ട് കഴിഞ്ഞാലോ ശരണമയ്യപ്പ, ആ ശ്യാമസുന്ദരൻ്റെ പ്രേമം നമ്മുടെ ഹൃദയമായി മാറും, നമ്മുടെ ജീവനായി മാറും, നമ്മുടെ ജീവിതമായി മാറും. ഓരോ കോശങ്ങളിലും ആ ശ്യാമസുന്ദരൻ്റെ സൗന്ദര്യവും ശ്യാമസുന്ദരൻ്റെ സ്നേഹവും നിറഞ്ഞ് കവിഞ്ഞ് ആ പരമപ്രേമത്തിൽ നമുക്ക് നീന്തിത്തുടിക്കാൻ സാധിക്കും. അതിന് എന്ത് വേണം? ആ കണ്ണനെ നെഞ്ചുരുകി വിളിക്കണം. ശ്യാമസുന്ദര 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 അഖില സുന്ദര ശ്യാമസുന്ദര 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 ഭുവനസുന്ദര ശ്യാമസുന്ദര 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 ശ്യാമസുന്ദര. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളുന്നു.